ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഫുഡ് ഉണ്ടാക്കുന്നില്ലേ കണ്ടത്, അപ്പോൾ കുറച്ച് ടിപ്സ് കണ്ടാലോ? അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഫസ്റ്റ് ടിപ്പ്, നമ്മൾ ചിലപ്പോൾ കറിക്കൊക്കെ പുളി കുതിർത്താൻ വെക്കും. അപ്പോൾ എന്താക്കും, ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതിന് പകരം എന്താക്കുക, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. പിന്നീട് കൈകൊണ്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്താൽ നമുക്ക് നല്ല പുളിവെള്ളം കിട്ടും. നല്ല കട്ടിക്ക് തന്നെ ഇങ്ങനെ കിട്ടും. പിന്നെ അതേപോലെ തന്നെയാണ് തേങ്ങയും. നമ്മൾ തേങ്ങ ഫ്രീസറിൽ ചിരണ്ടി വെക്കൂലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് പീര പോലെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മീൻ മുറിച്ചാൽ നമ്മൾക്ക് അതിൻ്റെ കൈക്ക് മണം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മണം സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അരി കഴുകില്ലേ, അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയാൽ ആ സ്മെല്ലങ്ങ് പോയി കിട്ടും. അതേപോലെ മീൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്താൽ നമുക്ക് ഒരാഴ്ച വരെ മീൻ നല്ല ടേസ്റ്റോടെ കിട്ടും. പിന്നെയുള്ളത് ഉള്ളി, സവാള നമ്മൾ കട്ട് ചെയ്യുന്നേരം കണ്ണെരിയും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, സവാള നല്ല തൊലി കളഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. അതായത് ഫ്രീസ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രീസ് ചെയ്തിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് അരിഞ്ഞെടുക്കുന്നേരം കണ്ണിന്ന് വെള്ളം വരില്ല. അതേപോലെയാണ് നമ്മളിപ്പോൾ ദോശക്കൊക്കെ മാവ് അരച്ച് വെക്കും. അപ്പോൾ തണുപ്പ് കാലം നേരം ദോശ ഒന്ന് പുളിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിനെന്താക്കുക, രാത്രി അരച്ചാൽ അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചാൽ നമുക്ക് പിറ്റേന്നേക്ക് ദോശ നല്ലോണം പുളിച്ച് വരും. പിന്നെ നമ്മൾ അരിയിലൊക്കെ പ്രാണി വരുന്നതിന് ഒരു ടിപ്സാണിത്. അതായത് പ്രാണി വരുന്നതിന് എന്താക്കുക, കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല. അതേപോലെ കറിവേപ്പിലൊക്കെ നമുക്ക് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയാൽ അധികം നനഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതെന്താക്കുക, അത് വേഗം കവറിൽ അങ്ങനെ തന്നെ ആണെങ്കിൽ വേഗം കേടുവരും. അതിന് പകരം നമ്മളെന്താക്കുക, അതിൻ്റെ കൊളന്ത് പൊക്കിക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക. പിന്നെ അതിന് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കവറിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഒരു 2 ആഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ 2 ആഴ്ച നല്ലോണം കേടുകൂടാതെ നമുക്ക് കിട്ടും ഇത്. അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിൻ്റെ പൊറോട്ടയൊക്കെ പാക്കറ്റ് വാങ്ങലില്ലേ, അപ്പോൾ ഇപ്പോൾ അധികം സിപ്പ് കവറുള്ളതാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താക്കുക, അത് നമുക്കൊന്ന് യൂസ് ചെയ്യാം. അതായത് നമ്മൾ പിന്നെ കടല, ചെറുപയർ ഇതൊക്കെ പാക്കറ്റ് വാങ്ങിയ നമ്മൾ പാത്രത്തിലിട്ട് ബാക്കിയായിരിക്കും. അപ്പോൾ അതെന്താക്കാം, അത് ഇതിലേക്ക് ഈ സിപ്പ് കവറിലിട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ നല്ലൊരു യൂസ്ഫുള്ളാണിത്. അപ്പം നല്ല ഒന്നും പറ്റാണ്ട് ഇങ്ങനെ തന്നെ കിട്ടും. അതേപോലെ നമ്മൾ ചെറുപയർ, കടല എന്നിവയൊക്കെ വാങ്ങി നമ്മൾ ഡബ്ബയിൽ ഇട്ട് വെക്കൂലേ, അപ്പോൾ അതിലേക്ക് പ്രാണികളെല്ലാം വരുന്നതിന് പകരം ഇതിലേക്ക് ഒരു കറുകപ്പട്ട ഇട്ട് കൊടുത്താൽ പ്രാണിയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതിന് സ്മെല്ല് കൊണ്ടാണ് പ്രാണികളൊന്നും വരാത്തത്. പിന്നെ ഒരു ടിപ്പാണ്, നമ്മൾ പഴം വാങ്ങിയാൽ വേഗം കേടുവരും, കറുത്ത് പോകും. അപ്പോൾ അതിനായി ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു പീസ് അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ പഴത്തിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ നമുക്ക് പഴം കറുത്തു പോകാതെ കിട്ടും. കറുത്തു പോയാൽ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരാഴ്ചയോളൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മാവൊക്കെ ഈ ഗോതമ്പ് അതേപോലെ മൈദയൊക്കെ അരിച്ചെടുക്കുന്നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകില്ലേ പൊടിയല്ലോ, അപ്പോൾ അതിന് പകരം എന്താക്കുക, ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് ഇതിന് മേലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താൽ പുറത്തൊന്നും പോകാണ്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ മാവ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൺ ടിപ്സ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.